വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പി എസ് സിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസണിംഗ് എന്ന വിഭാഗത്തിൽ നിന്ന് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളതും ഇതുവരെ ചോദിച്ചിട്ടുള്ള പാറ്റേണുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, മാത്സിൽ 10 ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന് 2-3 ക്വസ്റ്റ്യൻസ് എന്ത് വരും? റീസണിംഗ് വരും, അല്ലെ? അപ്പോ അത് 3 മാർക്കിന്റെ ആണെങ്കിലും 5 മാർക്കിന്റെ ആണെങ്കിലും 1 മാർക്ക് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് കളയാനായിട്ട് പറ്റില്ല. സോ ഇമ്പോർട്ടന്റ് ആയിട്ട്, അല്ലെങ്കിൽ പി എസ് സി എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് പാറ്റേൺസ് ആണ് നിങ്ങൾക്ക് ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് റൈറ്റ് ട്രാക്കിന്റെ സൈഡിൽ നിങ്ങൾക്ക് ഏതെങ്കിലും PDF മെറ്റീരിയൽസോ പി എസ് സിക്ക് ആണെങ്കിലും SSC ക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒഫീഷ്യൽ മെയിലിലേക്കും വാട്സപ്പിലേക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള ടീം നിങ്ങൾക്ക് അത് അയച്ചു തരും. സോ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കാണാം. നമുക്കിവിടെ ശ്രദ്ധിക്കുമ്പോൾ സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 2, 6, 12, 20, 30. അപ്പൊ നെക്സ്റ്റ് നമ്പർ ഏത് വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇതിൽ ഉത്തരം 42 കിട്ടിയിട്ടുണ്ട്. ഇതിൽ എങ്ങനെ 42 കിട്ടിയ മക്കളെ? നോക്കിയടാ, ഇതിന്റെ ഈ നമ്പേഴ്സ് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കിക്കേ. 2ഉം 6ഉം തമ്മിൽ എത്ര ഡിഫറൻസ് വരുന്നത്? 4 വരുന്നുണ്ട്. 6ഉം 12ഉം തമ്മിൽ എത്ര വരുന്നുണ്ടടാ? 6 വരുന്നുണ്ട്, അല്ലെ? 12ഉം 20ഉം തമ്മിൽ എത്ര വരുന്നുണ്ടടാ? 8 വരുന്നുണ്ട്. 20, 30 തമ്മിൽ എത്ര വരുന്നുണ്ടടാ? 10 വരുന്നുണ്ട്. അപ്പൊ ഒരു 4, 6, 8, 10 ഇങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30 പ്ലസ് എത്ര ചെയ്താലാടാ 42 കിട്ടുക? 12 അല്ലേ? മനസ്സിലായോ? എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് വെച്ച് കൂട്ടി കൂട്ടി പോകുന്നതിന്റെ സംഭവം, ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോടാ? അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനൊരു സംഖ്യാശ്രേണി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് നോക്കണം? അത് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് നോക്കണം. ആദ്യം സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അഡീഷൻ ചെയ്ത് നോക്കുക. ഈ ഒരു നമ്പർ സീരീസിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് പ്ലസ് ചെയ്ത് നോക്കുക, മൈനസ് ചെയ്ത് നോക്കുക, ഇൻറ്റു ചെയ്ത് നോക്കുക. ഡിവിഷനൊക്കെ വളരെ റെയർ ആണ്. ഈ 3 സംഭവങ്ങളാണ് എന്തിൽ വരുള്ളൂ? സംഖ്യാശ്രേണിയില് കോമൺ ഡിഫറൻസിന്റെ കേസിൽ വരുള്ളൂ. ക്ലിയർ അല്ലടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇനി അക്ഷരശ്രേണി, ആൽഫബറ്റ്സിന്റെ ഒരു ലെറ്റർ സീരീസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാം? ഇവിടെ ഇപ്പൊ എന്താ ക്വസ്റ്റ്യൻ വന്നിരിക്കണേ? BDGKP. നമ്മള് നമ്പേഴ്സിന്റെ ഡിഫറൻസ് നോക്കിയ പോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ആൽഫബറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ബിയുടെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് ഡി വന്നത്? 2 കൂട്ടിയപ്പോഴാണ് വന്നേ, അല്ലെ? അതുപോലെ ഡിയുടെ കൂടെ എത്ര കൂട്ടിയപ്പോഴാ ജി വന്നത്? 3 കൂട്ടിയപ്പോ. അതുപോലെ ജിയുടെ കൂടെ എത്ര കൂട്ടിയപ്പോഴാ കെ കിട്ടിയത്? 4 കൂട്ടിയപ്പോ. ഇപ്പൊ 2, 3, 4, 5, 6 അങ്ങനെ ഒരു ശ്രേണിയിലാണ് അല്ലെ പോണേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിയുടെ കൂടെ എത്ര കൂട്ടണം? 6 കൂട്ടണം. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാടാ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ബിയും ഡിയും ജിയും കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വരുമ്പോൾ നിങ്ങൾക്കൊരു വേറൊരു ശ്രേണി നിങ്ങൾക്ക് കിട്ടും. 2, 3, 4, 5, 6 അങ്ങനെ ഒരു ശ്രേണി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പിയുടെ കൂടെ 6 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക? വി കിട്ടുക എന്നുള്ളത് മനസ്സിലാവും. ക്ലിയർ ആണോടാ? ഈ അക്ഷരശ്രേണി പഠിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ A to Z അതിന്റെ പൊസിഷൻ നമ്പേഴ്സ് ക്ലിയർ ആയിട്ട് പഠിക്കണം. അതായത് എയുടെ പൊസിഷൻ എത്രയാ? 1, ബിയുടെ പൊസിഷൻ എത്രയാ? 2, അങ്ങനെ Z വരെ ഉള്ള പൊസിഷൻ നമ്പേഴ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ? ഈ ഭാഗം സെറ്റ് അല്ലേ? അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മളടുത്തത് കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോണേ. ഞാൻ വിത്ത് ക്ലിയർ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഇൻ കേസ് നോക്കി പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ക്ലിയർ ആവണില്ല എന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്കത് എക്സ്പ്ലനേഷൻ താഴെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണേ. ക്വസ്റ്റ്യൻ നോക്കിയടാ. ചെയർ DIBJS എന്ന് കോഡാക്കി എഴുതി കഴിഞ്ഞാൽ ടേബിൾ എങ്ങനെ കോഡാക്കാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കണേ. അപ്പൊ ഈ ചെയർ എങ്ങനെ DIBJS എന്ന കോഡായി എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ C+1 അല്ലടാ ഡി എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ ഒരു മിനിറ്റ്, അതുപോലെ H+1 അല്ലടാ I വരുന്നത്. അതുപോലെ ഈ ചെയറിലത്തെ ഓരോ ആൽഫബറ്റിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ DIBJS എന്ന കോഡ് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേ ലോജിക്ക് വെച്ച് തന്നെ നമുക്ക് ടേബിൾ കോഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു UBCMF എന്ന കോഡ് കിട്ടില്ലേ? നിങ്ങളൊന്ന് നോക്കിക്കേ. ഓക്കെ, ഞാനിവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. മക്കളെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കിയടാ. ഈ 2 ലോജിക്ക് സെയിം അല്ലേ? നമുക്ക് 1 + 1 എന്നുള്ള രീതിയിൽ ഈ ഒരു ആൽഫബറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു മെൻഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു കോഡ് കിട്ടുന്നില്ലേ നോക്കിയടാ. സെറ്റ് അല്ലേ? ഈ ഒരു ഭാഗം ക്ലിയർ അല്ലേ മക്കളെ? അടുത്തതിലേക്ക് പോവാം.
സോറി മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നില്ല, ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ക്ലോക്കിലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പലപ്പോഴും കൺഫ്യൂഷൻ ആയിട്ട് തെറ്റിക്കാറുണ്ട്. അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ട്രിക്സ് പറഞ്ഞുതരാം. അതായത് തന്നിരിക്കുന്ന സമയം ഒരു 11:60 നിന്നോ അല്ലെങ്കിൽ 23:60 നിന്നോ കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ആണ്. അതായത് ഒരു ക്ലോക്കിലത്തെ സമയം 4:20 ആണെങ്കിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ എത്രയായിരിക്കും എന്നാണ് ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത്. അങ്ങനെ കണ്ണാടിയിൽ കൊടുക്കേണ്ട കേസ് ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന സമയം ഏതിന്ന് കുറയ്ക്കേണ്ടത്? ഈ ഒരു 11:60 കുറയ്ക്കേണ്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അതായത് ഈ ഒരു 4:20 11:60 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 7:40 കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. 11:60 മൈനസ് 4:20 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 7:40 കിട്ടുന്നുണ്ടോ നോക്കിയേ. ഇത് എവിടെ ചെയ്യേണ്ടതടാ? കണ്ണാടിയിൽ പ്രതിബിംബം